കൊച്ചി വൈപ്പിനിൽ ബോട്ടിന് ഭീമമായ പിഴ ചുമത്തിയതിന് മത്സ്യത്തൊഴിലാളികൾ നടത്തിയ പ്രതിഷേധം അവസാനിപ്പിച്ചു. പോലീസുമായി നടത്തിയ ചർച്ചയിൽ ആണ് തീരുമാനം. ചുമത്തിയ പിഴ ഒഴിവാക്കും, പകരം പെർമിറ്റ് ഫീസും ക്ഷേമനിധി തുകയും അടയ്ക്കും. ലൈസൻസ് പുതുക്കാതെ മത്സ്യബന്ധനത്തിന് പോയ ജപമാല വള്ളത്തിന് ആണ് ഫിഷറീസ് AD 2.5 ലക്ഷം രൂപ പിഴയിട്ടത്. പ്രതിഷേധത്തെ തുടർന്ന് മുടങ്ങിയ വാട്ടർ മെട്രോ ജങ്കാർ സർവീസുകൾ പുനരാരംഭിച്ചു. ചർച്ചയിൽ ഇപ്പോൾ പങ്കെടുത്തതെന്ന് പറയുമ്പോൾ ഫിഷറീസ് AD പോൾ സാറുണ്ടായി, സ്ഥലം CI ഉണ്ടായി, SA ഉണ്ടായി, ഞങ്ങളുടെ നേതാക്കളുണ്ടായി. ആ ചർച്ചയിലെന്ന് പറയുമ്പോൾ ഇന്നലെ ഉണ്ടായിട്ടുള്ള ഈ ഭീമമായ ഫൈൻ 2.5 ലക്ഷം രൂപ പിൻവലിക്കണമെന്നായിരുന്നു ഞങ്ങളുടെ ആവശ്യം. 2.5 ലക്ഷം രൂപ പിൻവലിച്ചിട്ടുണ്ട്. ഇവിടെ അടക്കാനുള്ള 15,000 രൂപ ലൈസൻസ് ഫീസ് ഇന്നടക്കും. വള്ളം ഇന്ന് വിട്ടുകൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ സമരം അവസാനിപ്പിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും പണിക്ക് പോകാൻ വേണ്ടി ഇപ്പോൾ റെഡിയായിരിക്കണം. അതുകൊണ്ട് ഞങ്ങളുടെ സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. അഹമ്മദ് മുസ്തഫ വിവരങ്ങളുമായി ചേരുന്നു. മുസ്തഫ, ഈ മുമ്പ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഈ ഫിഷറീസ് നിയമ ഭേദഗതിയിലാണല്ലോ ഇങ്ങനെ കനത്ത പിഴ ചെറിയ ബോട്ടുകൾക്ക് ചുമത്താനുള്ള വ്യവസ്ഥ ഉണ്ടായിരുന്നിട്ടുള്ളത്. ഇതിനെതിരെ അന്നും മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധിച്ചിരുന്നു. പക്ഷേ ഇങ്ങനെ പ്രത്യക്ഷമായൊരു സമരം ഇതാദ്യമായാണ്. എങ്ങനെയാണ് ഈ സമരം ഒത്തുതീർന്നത്? അജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇത്തരം വിഷയങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടാകുമ്പോൾ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് സാധാരണഗതിയിൽ ഉദ്യോഗസ്ഥരുണ്ടാവുക. ഇന്നിപ്പോ ഈ മത്സ്യത്തൊഴിലാളികൾ പറയുന്നതും അത് തന്നെയാണ്. വലിയ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ പെർമിറ്റ് ഫീസ് അടക്കാൻ ചില കാലതാമസങ്ങളൊക്കെ ഉണ്ടാകും. ഒപ്പം തന്നെ ക്ഷേമനിധിയിലേക്ക് കൃത്യമായി തുക അടക്കാറുണ്ട്. അതും ചെറിയ കാലതാമസം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാറുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു കർശനമായ നടപടി, ഒപ്പം തന്നെ ഭീമമായ തുക പിഴ ചുമത്തുക, ഈ രണ്ട് നടപടികൾ ഇവരുടെ ഇപ്പൊ സംസാരിച്ച ആളുകളൊക്കെ 10-15 വർഷമായി ഈ രംഗത്ത് ഉപജീവന മാർഗം നടത്തുന്ന ആളുകളാണ്. സ്വാഭാവികമായി അവരെ സംബന്ധിച്ച് ഇങ്ങനെ പിഴ ഈടാക്കുന്ന സന്ദർഭങ്ങൾ വരാറുണ്ട്. അതിന് ആദ്യം ഒരു മുന്നറിയിപ്പ് ഉണ്ടാകും. അടുത്ത ആഴ്ചക്കകം അത് അടച്ചില്ലെങ്കിൽ കടലിൽ പോകാൻ പറ്റില്ല, ബോട്ട് പിടിച്ചെടുക്കും, വള്ളം പിടിച്ചെടുക്കും എന്നതുൾപ്പെടെയുള്ള മുന്നറിയിപ്പാണ് നൽകാറുള്ളത്. പക്ഷേ ഇത്തവണ അത് മുന്നറിയിപ്പൊന്നുമില്ലാതെ 2.5 ലക്ഷം രൂപ പിഴ ചുമത്തി എന്ന് മാത്രമല്ല, ആ പിഴ അടച്ചതിന് ശേഷം മാത്രം പോയാൽ മതി, കടലിലേക്ക് പോയാൽ മതി എന്നതുൾപ്പെടെയുള്ള നിബന്ധനകൾ വെച്ച് ബോട്ട് പിടിച്ചെടുക്കുന്ന, വള്ളം പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായി. അതാണ് വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. ഇന്നലെ മുഴുവൻ ഈ ഉദ്യോഗസ്ഥരെ വിളിച്ച് അവർ സംസാരിച്ചിരുന്നു. ഈ പിഴത്തുക ഒഴിവാക്കി തരണം, മറ്റ് ഏതെങ്കിലും തരത്തിൽ പിഴ ഈടാക്കിയെങ്കിൽ തന്നെ അതിലേക്ക് ചെറിയ പിഴ അടക്കാം, പക്ഷേ ഭീമമായ തുക ഒഴിവാക്കി തരണം. ഒപ്പം തന്നെ പെർമിറ്റ് ഫീസ്, ക്ഷേമനിധി ഇത് രണ്ടും അടക്കാം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ ഉദ്യോഗസ്ഥർ കൂട്ടാക്കിയില്ല. പിന്നീടാണ് വലിയ സമരത്തിലേക്ക് കാര്യങ്ങൾ പോയത്. ജങ്കാർ സർവീസ് റോറോ തടസ്സപ്പെട്ടു. ഒപ്പം തന്നെ വാട്ടർ മെട്രോ, വൈപ്പിൻ സ്റ്റേഷനിലേക്കുള്ള വാട്ടർ മെട്രോ ഉൾപ്പെടെ തടസ്സപ്പെട്ടു. ഇതോടൊപ്പം വലിയ പ്രതിസന്ധിയുണ്ടായി. യാത്രക്കാർക്ക് നഗരത്തിലേക്ക് ഉൾപ്പെടെ ഇതിനെ ആശ്രയിക്കുന്ന യാത്രക്കാരുൾപ്പെടെ വലയുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും പിന്നീടാണ് ഇന്ന് അവധിയായിട്ട് പോലും ഫിഷറീസിന്റെ AD അതോടൊപ്പം തന്നെ പോലീസ് ഉൾപ്പെടെ സ്ഥലത്തെത്തി ചർച്ചകൾ നടന്നു. ആ ചർച്ചയിലാണ് ഇപ്പോൾ സമവായമായിരിക്കുന്നത്. ചുമത്തിയ പിഴത്തുക 2.5 ലക്ഷം രൂപ പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ ഇന്ന് തന്നെ 15,000 രൂപ പെർമിറ്റ് ഫീസിലേക്ക് അടയ്ക്കാനും തൊട്ടടുത്ത ദിവസം ക്ഷേമനിധി ബോർഡിലേക്കുള്ള 9,000 രൂപ അടയ്ക്കാനും തീരുമാനമായിട്ടുണ്ട്.